യേശുവിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയെന്ന് കരുതുകയാണ്. അതിനായി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ സുവിശേഷ വ്യാഖ്യാനത്തിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹോഷ്മളമായ സ്വാഗതം. യേശു അന്ധനായ ഒരു വ്യക്തിക്ക് കാഴ്ച കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ അവൻ്റെ ആന്തരിക നേത്രങ്ങൾക്കും ഉൾക്കാഴ്ച കൊടുക്കുന്നതായി നമ്മൾ സുവിശേഷത്തിൽ വായിച്ചു. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ അവനൊരിക്കലും സമാധാനമില്ല എന്നുള്ളതാണ്. മനുഷ്യൻ ആരാണെന്ന് കൃത്യമായി ഇതുവരെയും മനസ്സിലാക്കുവാൻ ആർക്കും സാധിച്ചിട്ടില്ല. എന്തിനാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നതെന്ന് ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും അറിഞ്ഞുകൂടാ. അതുപോലെ ഈ പ്രപഞ്ച രഹസ്യങ്ങൾ ഇതുവരെയായിട്ടും വെളിപ്പെട്ട് കിട്ടിയിട്ടില്ല. ദൈവവും ഒരു രഹസ്യമാണ്. അങ്ങനെ മനുഷ്യനും പ്രപഞ്ചവും ദൈവവും എല്ലാം രഹസ്യങ്ങളായി തുടരുന്നു. അതുകൊണ്ട് മനുഷ്യൻ എപ്പോഴും അസ്വസ്ഥനായ വാനറിനെ പോലെ വലിയ പ്രതിസന്ധിയിൽ ചെന്നുവിടുന്നു. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു അന്ധനായ ഒരു വ്യക്തിക്ക് സാബത്ത് ദിവസം രോഗശാന്തി നൽകി. അപ്പോൾ യഹൂദ പുരോഹിതന്മാർ സാബത്ത് ദിവസം കാഴ്ച നൽകിയതിനെ എതിർക്കുകയാണ്. നോക്കുക, എന്തിനാണ് സാബത്ത് ആചരിക്കുന്നത്? എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? കണ്ണു തുറന്നു കിട്ടാൻ വേണ്ടിയാണ്, ഉൾക്കാഴ്ച ലഭിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ പുരോഹിതന്മാർ, യഹൂദർ യേശുവിനെ എതിർക്കുകയാണ്. കാഴ്ച ലഭിച്ചവനെ അവരുടെ സമൂഹത്തിൽ നിന്ന് പുറത്താക്കുന്നു. കാഴ്ച കൊടുത്ത യേശുവിനെ അവരെ കുരിശിൽ തറയ്ക്കുന്നു. ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ ഇന്നും തുടരുന്നതുകൊണ്ടാണ് മനുഷ്യന് സമാധാനം ലഭിക്കാത്തത്. മനുഷ്യൻ്റെ ഓരോ പ്രതിസന്ധികളും അവന് ഐ ഓപ്പണർ ആവണം. യേശു വീണ്ടും പറയുന്നു, അന്ധർ കാണുന്നതിനും കാഴ്ച ഉള്ളവർ കാണാതിരിക്കുന്നതിനുമായി ന്യായവിധിക്കായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്താണതിനർത്ഥം? അറിവുണ്ട് എന്ന് വിചാരിക്കുന്നവർ അന്ധരായി തീരുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കന്യാസ്ത്രീ വിഷയത്തിൽ തന്നെ നമ്മുടെ പല പണ്ഡിതന്മാരായിട്ടുള്ള ശ്രേഷ്ഠന്മാരും വളരെ ചീപ്പായിട്ടുള്ള പ്രകടനങ്ങളാണ് കാഴ്ചവെച്ചിട്ടുള്ളതെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ പണ്ഡിതരായിട്ടുള്ള വ്യക്തികൾ അന്ധനാണെന്ന് നമുക്ക് തോന്നുന്നു. എന്നാൽ ഇതൊക്കെ ശരിയായി ഗ്രഹിക്കാൻ സാധിക്കുന്നത് സാധാരണ ആൾക്കാർക്കാണ്. അതുപോലെ തന്നെ യേശു പറയുന്നു, നമ്മൾ അറിവുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് പാപമുള്ളത്. അറിവുള്ളത് കൊണ്ടാണ് നമുക്ക് പാപമുള്ളത്. ശരിയാണല്ലോ. നമ്മൾ നിഷ്കളങ്കരും അറിവില്ലാത്തവരുമാണെങ്കിൽ നമ്മുടെ പാപങ്ങൾ പാപമായി കണക്കാക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ അറിവുള്ളവരാണ് എന്ന് നടിക്കുന്നുവെങ്കിൽ അതനുസരിച്ച് തിന്മ ചെയ്യാതെ ജീവിക്കുവാൻ നമ്മൾ കടപ്പെട്ടവരാണ്. നിങ്ങളെല്ലാവരും കൂടുതൽ ഉൾക്കാഴ്ചയോടുകൂടി ജീവിക്കണം എന്നുള്ളതാണ് ഈ സുവിശേഷത്തിൻ്റെ സാരസംഗ്രഹം. ഏറ്റവും ലളിതമായി പറഞ്ഞാൽ ഭൂമിയിലെ എല്ലാ മനുഷ്യരും ഒരു പിതാവിൻ്റെ മക്കളാണെന്നും നമ്മളെല്ലാവരും സഹോദരി സഹോദരന്മാരാണെന്നും അറിവിൻ്റെയോ ഉൾക്കാഴ്ചയുടെയോ പൂർണ്ണത ആരുടെയും കൈവശമില്ലെന്നും അതുകൊണ്ട് വെറുതെ തർക്കിക്കുകയും വാദിക്കുകയും കലഹിക്കുകയും ചെയ്യരുതെന്ന് നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കുക. ഈ അവസരത്തിൽ കണ്ണും നമ്മുടെ കാഴ്ചയുമായി ബന്ധപ്പെട്ട നമ്മുടെ മലയാളത്തിലുള്ള ധാരാളം ആലങ്കാരിക പ്രയോഗങ്ങളുണ്ട്. അതിൽ കുറേ എണ്ണം ഞാൻ നിങ്ങളുമായി ഒന്ന് പങ്കുവയ്ക്കുകയാണ്. എല്ലാം നമുക്ക് നല്ല വിജ്ഞാനം നൽകുന്ന കാര്യങ്ങളാണ്. കണ്ണിലെ തടിക്കഷ്ണം എടുത്തു മാറ്റുക. കണ്ണുണ്ടായാൽ പോരാ, കാണണം. കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക്. കണ്ണില്ലാത്തപ്പോഴാണ് കണ്ണിൻ്റെ വില അറിയുന്നത്. അന്ധനെ നയിക്കുവാൻ കഴിയുകയില്ല. മഞ്ഞപ്പിത്തം പിടിച്ചവന് എല്ലാം മഞ്ഞയായി തോന്നും. കണ്ണടച്ച് ഇരുട്ടാക്കരുത്. കടക്കണ്ണ് എറിയരുത്. കണ്ണ് കാണിക്കരുത്. ഒളിഞ്ഞു നോക്കരുത്. അവരുടെ കണ്ണിലേക്ക് മാത്രമേ നോക്കാവൂ. കണ്ണിൽ മാത്രം നോക്കി സംസാരിക്കുക. മറ്റുള്ളവരുടെ കണ്ണുനീർ നീ വീഴ്ത്തരുത്. കണ്ണു വയ്ക്കരുത്. കണ്ടുവെന്നുരപ്പവൻ കണ്ടവനല്ല, കാണുവാൻ ഞാൻ സ്വയം യത്നിക്കണം. കണ്ണുകൾ കഥ പറയും. കണ്ണിൽ നോക്കിയപ്പോൾ കാര്യം മനസ്സിലായി. കണ്ണ് പാപകരണമാണെങ്കിൽ അത് ചൊഴിഞ്ഞെടുത്ത് മാറ്റുക. കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുക. കണ്ണിൽ ചോരയില്ലാതെ പെരുമാറരുത്. കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുക. കണ്ണ് തെറ്റിക്കരുത്.
കണ്ണിൽ കൊള്ളേണ്ടത് പുരുകത്തൂടെ പോയി. കണ്ണ് വെട്ടിക്കരുത്, കണ്ണിൽ പെടാതെ പോയി. ഒരു നോക്ക് കാണുക. നിന്റെ കണ്ണ് എവിടെയായിരുന്നു? കണ്ണുപോലും ചൊഴിഞ്ഞെടുത്ത് തരിക. കണ്ണീരോർമ്മ 1000 സൂര്യചന്ദ്രന്മാരെ കാണുവാനുള്ള ഭാഗ്യം. കാകദൃഷ്ടി കണ്ണിറുക്കി കാണിക്കരുത്, കണ്ണുമയ്ക്കാതെ കാത്തിരിക്കുക. ഒരുപോലെ കണ്ണടച്ചില്ല. കഴുകൻ കണ്ണുകൾ, കണ്ണിൻ ദോഷം. പൊട്ടക്കണ്ണൻ്റെ മാവേലേറ് പോലെ നോക്കിപ്പേടിപ്പിക്കരുത്, മിഴിമുന കൊള്ളുക. അത് കണ്ണു തുറപ്പിച്ചു. കണ്ണിൽ കണ്ടവന്മാരുടെ കൂടെ പോകരുത്. ഏത് പൊട്ടക്കണ്ണനും മനസ്സിലാകുന്ന കാര്യം ആദ്യ കാഴ്ചയിൽ തന്നെ ഇഷ്ടപ്പെട്ടു. ദൈവത്തിൻ്റെ കൃപ നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ. പുതിയ പുതിയ ഉൾക്കാഴ്ചകൾ നിങ്ങൾക്ക് ലഭിക്കട്ടെ. നിങ്ങളുടെ ജീവിതം വളരെ സന്തോഷനിറവും സമ്പന്നവുമാകട്ടെ. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കും. ആമേൻ.